ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന കശ്മീരിലൂടെയുള്ള ഒരു ചെറിയ യാത്ര. ഇറ്റ്സ് മീ അഫ്സൽ അലയൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഏകദേശം 10 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് ഡൽഹിയിൽ നിന്നും ജമ്മു താഴ്വരയിലേക്ക് എത്താൻ കഴിയുക. അവിടെ നിന്നും ശ്രീനഗറിലോട്ട് വീണ്ടും നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഡൽഹിയിൽ നിന്നും ജമ്മു താഴ്വരയിലേക്ക് പോകുവാൻ വേണ്ടി ഞങ്ങൾ 2 ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഈ തെരുവ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്ത് അവസാനിക്കുന്നു. ഇരുവശങ്ങളിലുമായി ഇലക്ട്രോണിക് സാധനങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന ഈ തെരുവിലൂടെയുള്ള രാത്രി യാത്ര വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. ഞങ്ങൾ സീറ്റ് കൺഫേം അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നില്ല. ഒരാൾ പോയിട്ട് TTRോട് സംസാരിച്ച് വാക്കൻ്റ് സീറ്റുകൾ എവിടെയെല്ലാം ഉള്ളതെന്ന് ഞങ്ങൾ നോക്കി വെച്ചു. കാരണം ഇവിടുന്ന് ഏകദേശം ഒരു 10 മണിക്കൂറോളം യാത്രയുണ്ട്. സീറ്റില്ലാതെ നമുക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വാക്കൻസി ഉള്ള സീറ്റ് എവിടെയുള്ളതെന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ കിടന്നാണ് ഞങ്ങൾ ജമ്മു താഴ്വരയിലേക്ക് യാത്ര ചെയ്തത്. അതിരാവിലെ ഒരു 6 മണിയോടെ ഞങ്ങൾ ജമ്മു താഴ്വര റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കിടക്കണമെങ്കിൽ കൊറോണ ടെസ്റ്റ് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇവിടെ ഒരുപാട് ഫ്രീ ബൂത്തുകൾ ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ. അവിടുന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ജമ്മു കാശ്മീരിൽ നമ്മുടെ പ്രീപെയ്ഡ് സിമ്മുകളൊന്നും വർക്ക് ചെയ്യില്ല. പോസ്റ്റ് പെയ്ഡ് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇവിടുന്ന് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് സിം കാർഡ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ 2 സിം കാർഡ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സിം കാർഡ് ഡീലേഴ്സ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് 2 സിം കാർഡ് എടുത്തു. അവർ പല റേറ്റാണ് നമ്മളോട് പറയാം. പക്ഷേ സിം കാർഡിൻ്റെ നോർമൽ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സിം കാർഡ് കിട്ടും. അങ്ങനെ 2 സിം കാർഡ് എടുത്തുകൊണ്ട് ഞങ്ങൾ റെയിൽവേയുടെ പുറത്തിറങ്ങി. ഇവിടുന്ന് ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ശ്രീനഗറിലോട്ടാണ്. അതിന് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ടാക്സി കിട്ടും. അതല്ലെങ്കിൽ പിന്നെ ജമ്മു താവി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് വേണം പിന്നെ പോകാൻ. ടാക്സി അന്വേഷിച്ച് നടക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് 2 സുഹൃത്തുക്കളെ കിട്ടി. മുനവ്വർ, ഷഹീർ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള 2 ടീച്ചേഴ്സിനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരൊരു ടാക്സി ഡ്രൈവറോട് സംസാരിച്ച് 700 രൂപയ്ക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീണ്ടും സംസാരിച്ച് 4 പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടാക്സി ഡ്രൈവർ ഞങ്ങൾക്ക് 600 രൂപയ്ക്ക് ശ്രീനഗറിലോട്ടുള്ള ടിക്കറ്റ് ഓഫർ ചെയ്തു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് എവിടെ കിട്ടുകയെന്ന് ചോദിച്ചപ്പോഴാണ് ടാക്സി ഡ്രൈവർ ഈ ഒരു തെരുവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു ടെമ്പിളിൻ്റെ മുന്നിലൂടെയുള്ള ഒരു ചെറിയൊരു തെരുവ്. ആ ടെമ്പിളിനെ ബേസ് ചെയ്ത് നടക്കുന്ന കുറച്ച് ടൂറിസവും കുറച്ച് ഭക്തരുടെ സെയിലുമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ ഒരു തെരുവ് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. രാവിലെ ഇതിലൂടെ നടക്കുമ്പോൾ പ്രത്യേകിച്ചൊരു പോസിറ്റീവ് എനർജി കിട്ടും. കാരണം ഇതിൻ്റെ വേസ്റ്റൊന്നും ഇല്ലാതെ വളരെ നീറ്റായി കൊണ്ടു നടക്കുന്നൊരു തെരുവായിരുന്നു. എവിടെയും ഒരു വേസ്റ്റോ ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പിൽ കയറിയാണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. കാരണം ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ടാക്സി ഡ്രൈവർ അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ടാക്സിയുടെ അടുത്തെത്തിയപ്പോഴേക്കും എല്ലാവരും ബാഗും വെച്ച് ടാക്സിയുടെ മുകളിൽ വെച്ച് കെട്ടി ടാർപോളെല്ലാം വിരിച്ച്. കാരണം പോകുന്ന ടൈമിൽ നമുക്ക് മഴ ഉണ്ടാവും. മഴ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ബാഗെല്ലാം നനയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാർപോളെല്ലാം വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 3 പേര് ഒരു ആഡായിട്ടുണ്ട്. അങ്ങനെ 7 പേരടങ്ങുന്ന ഒരു ടീമായിട്ടാണ് ഞങ്ങൾ ശ്രീനഗറിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ജമ്മു താവിന് ഏകദേശം ഒരു 7-8 മണിക്കൂറോളം യാത്ര ഉണ്ട് ശ്രീനഗറിലേക്ക് എന്നാണ് നമ്മളോട് ടാക്സി ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തു.
നൈസായിട്ട് ചായയും സ്നാക്സൊക്കെ കഴിച്ച് കശ്മീരി കാവയിലിടുന്ന ഒരു പൗഡറുണ്ട്. ആ പൗഡറൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ടായി. ഏകദേശം 10 കിലോമീറ്ററോളം നീളമുള്ള ഒരു ടണലാണിത്. ഇതുപോലത്തെ ഒരുപാട് ടണലുകൾ ഇപ്പോൾ ശ്രീനഗറിലോട്ടുള്ള യാത്രയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഈ ടണലുകളെല്ലാം ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ആ ഒരു ടണലിൻ്റെ അകത്തിലൂടെയുള്ള യാത്രയായിരിക്കും ഉണ്ടാകുക. പുറത്തുനിന്നുള്ള കുറച്ച് വ്യൂ ഒക്കെ നമുക്ക് നഷ്ടപ്പെടുമെങ്കിലും നമുക്ക് ഏറ്റവും സേഫായിട്ട് പോകാൻ നല്ലൊരു ടണൽ തന്നെയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് മണ്ണിടിഞ്ഞ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു റോഡൊക്കെ വളരെ വൃത്തിഹീനമായിട്ടുള്ള റോഡാണെങ്കിലും നമുക്ക് പുറത്തുനിന്നുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളി വ്യൂ ആണ്. നമുക്ക് ടണൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ഒക്കെ നമുക്ക് മിസ്സാവും. പക്ഷേ ഏറ്റവും സേഫായിട്ട് നമുക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ടണലിനോടുള്ള ഒരു ഗുണം. ഈ ഒരു യാത്രയിൽ നമുക്ക് വലിയ ബ്ലോക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ഒരു 8 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ചില ടൈമിൽ നമ്മൾ ഇത് കയറിക്കൊണ്ടിരിക്കുമ്പോൾ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ 8 മണിക്കൂർ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞാലും നമുക്കവിടെ എത്താൻ കഴിയില്ല. കാരണം വൺ സൈഡ് മാത്രമേ വാഹനങ്ങൾ കടത്തി വിടുള്ളൂ. പിന്നെ മണിക്കൂറോളം നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളെ വണ്ടി പിന്നെ കടത്തി വിടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ 8 കൂടുതലും 12, 24 ഒക്കെ മണിക്കൂർ എടുത്തിട്ട് നമുക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് പോകേണ്ടത്. കാരണം എന്നാലേ നമുക്ക് ട്രെയിൻ കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം ശ്രീനഗറിൻ്റെ അടുത്തെത്തി. ഇനി ഒരു 50 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രീനഗർ എത്താൻ കഴിയും. അങ്ങനെ ഞങ്ങൾ ശ്രീനഗർ എത്തി. നമ്മൾ ഇവിടെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു തീരത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കശ്മീരിലെ സ്വർഗ്ഗം എന്ന് പറയുന്ന ദാൽ തടാകം. പക്ഷെ നമ്മൾ വാട്സപ്പിൽ കോൾ ചെയ്തെങ്ങാണ്ട്, നമുക്ക് ലൊക്കേഷൻ അറിയില്ല, അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ കോൾ ചെയ്തെങ്ങാണ്ട് നമ്മൾ അവർ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ പോണ വഴിക്ക് ഒരുപാട് ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. ഒരു കരയിൽ നിന്ന് ഒരു കരയെ ബന്ധിപ്പിക്കുന്ന ചെറിയ ചെറിയ പാലങ്ങൾ. അപ്പോൾ ആ പാലത്തിലൂടെ വേണം നമുക്ക് റൂമിലേക്ക് പോകാൻ. നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് വുഡിൻ്റെ വീടാണ്. കശ്മീരിലെ പരമ്പരാഗതമായിട്ടുള്ളൊരു വീടാണ് വുഡ് കൊണ്ട് ഉണ്ടാക്കുന്നത്. തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റോണിൻ്റെ വീട് നന്നായിട്ട് തണുക്കും. അതുകൊണ്ട് തന്നെ സ്റ്റോണിൻ്റെ വീട് ഉണ്ട്, പക്ഷെ കുറവാണ്. പരമ്പരാഗതമായിട്ട് എല്ലാവരും യൂസ് ചെയ്ത് വരുന്നതൊക്കെ വുഡിൻ്റെ വീടുകളാണ്. ഫ്ലോറിങ്ങൊക്കെ ഇവർ കാർപ്പറ്റ് വിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടാവും. കാരണം അതല്ലെങ്കിൽ നമുക്ക് ഷൂ ഒന്ന് ഊരിയിട്ട് നമുക്ക് നടക്കാൻ കഴിയില്ല, തണുപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഫുള്ള് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ടായിരിക്കും റൂമുകളൊക്കെ ഉണ്ടാവുക. ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ നേരെ പുറത്തിറങ്ങുകയാണ്. വരുന്ന വഴിക്ക് നല്ല ഫുഡൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഫുഡ് കഴിക്കണം. അതിനുശേഷം നാളെ രാവിലെ ഷിക്കാർ റൈഡ് പോകാനുള്ള ഷിക്കാർ ബുക്ക് ചെയ്യണം. കാരണം രാവിലെ 5 മണിക്കാണ് ഷിക്കാർ റൈഡ് പോവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുക്ക് ചെയ്താൽ നാളെ രാവിലെ അവരെ ഫോൺ വിളിച്ച് വരുത്താണ് ചെയ്യുന്നത്. ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് നൈറ്റ് കഴിക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നേരെ ദാൽ തടാകത്തിൻ്റെ നൈറ്റ് സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. കൂടുതൽ നേരമൊന്നും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല.
കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നാളെ രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് ഷിക്കാറയിൽ പോകേണ്ടതുമാണ്. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോന്നു. നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് ഷിക്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. ഞങ്ങൾ 5:30ക്കാണ് ഷിക്കാർ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ഷിക്കാർ എത്തിയിട്ടുണ്ട്. നസീർ ബായി എന്നാണ് നമ്മൾ ഈ ഒരു ഷിക്കാറിൻ്റെ ഓണറുടെ നെയിം. ഈ ഒരു ഷിക്കാറിൻ്റെ പേരും നസീർ പാലസ് എന്നാണ്. ഈ ഒരു ഷിക്കാറിലാണ് നമ്മൾ ഇന്ന് ദാൽ തടാകം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കശ്മീരിൽ നമുക്ക് സ്റ്റേറ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികളായിട്ടുള്ള ടൂറിസ്റ്റുകളാണ്. നമുക്ക് എവിടെ നോക്കിയാലും മലയാളികളായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ കൂട്ടത്തെ കാണാൻ പറ്റും. നേരം വെളുത്തു തുടങ്ങി. ഞങ്ങൾക്ക് കാഴ്ചകളെല്ലാം കാണാം. അതിരാവിലെ ഷിക്കാറും തുഴഞ്ഞ് ദാൽ തടാകത്തിലൂടെയുള്ള ഈ ഒരു യാത്രയുണ്ടല്ലോ, ഇതൊരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊരു വല്ലാത്തൊരു ഫീലാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ടുകൾ കാണാൻ കഴിയും. പക്ഷേ ഈ ഒരു ഹൗസ് ബോട്ടുകളൊന്നും സർവീസ് നടത്തുന്ന ഹൗസ് ബോട്ടുകളല്ല. ഇതെല്ലാം റൂംസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ്. ഇത്രയും വലിയ ഹൗസ് ബോട്ടുകൾക്ക് സർവീസ് നടത്താനുള്ള ആഴമൊന്നും ഈ ഒരു ദാൽ തടാകത്തിനില്ല. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ തടാകമാണ് ദാൽ തടാകം. കശ്മീർ താഴ്വരയിലെ അനേകം തടാകങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ദാൽ തടാകം. ഇന്ത്യയിലെ ഫ്ലോട്ടിംഗ് ഗാർഡൻ അഥവാ ഒഴുകുന്ന പൂക്കട ഇത് സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകത്തിലാണ്. ഏതൊരു സഞ്ചാരി കശ്മീർ വന്നു കഴിഞ്ഞാലും ആദ്യം എക്സ്പ്ലോർ ചെയ്യുന്നത് ദാൽ തടാകമാണ്. രാവിലെയും വൈകുന്നേരത്തുമാണ് ദാൽ തടാകത്തിലൂടെയുള്ള ഈ ഒരു ഷിക്കാർ യാത്ര ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. രാവിലെ ഉദയസൂര്യനെയൊക്കെ കണ്ട് നേരെ വെജിറ്റബിൾ മാർക്കറ്റിലേക്കുള്ള ഒരു ഷിക്കാർ യാത്ര. വൈകുന്നേരമാകുമ്പോഴേക്കും ഈ ഒരു തടാകം നിറയെ വ്യാപാരികളായിരിക്കും. കുങ്കുമപ്പൂവും നട്ട്സും കാശ്മീരി ഷാളും ഒക്കെ വിൽക്കുന്ന ഒരു ഒഴുകുന്ന മാർക്കറ്റായിരിക്കും ഈ ഒരു തടാകം വൈകുന്നേരങ്ങളിൽ. പിന്നത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഷിക്കാറും തുഴഞ്ഞു പോയി നമുക്ക് ഈ വെനീസിലൊക്കെ കാണുന്നത് പോലെ ഈ ഒരു തടാകത്തിൻ്റെ തീരത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റൈൽസുകളും അതുപോലെ ഈ നട്ട്സ് വെക്കുന്ന ഷോപ്പുകളും പിന്നെ ഇവിടുത്തെ ഈ ഓരോ ഡ്രസ്സുകൾ വെക്കുന്നതും നമുക്ക് ഈ ഷോളൊക്കെ വേണമെങ്കിൽ അതുപോലെ ജാക്കറ്റുകളൊക്കെ വേണമെങ്കിൽ അതുപോലത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ചെറിയ ടീ ഷോപ്പുകളുണ്ട്, ചെറിയ കഫേ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. ഓരോ തടാകത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറിയ ചെറിയ ജലാശയങ്ങളുണ്ട്. ഈ ഒരു ഷിക്കാർ പോകുന്നത് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. മാർക്കറ്റ് കുറച്ച് ഗ്രാമമാണ്, ഉൾഗ്രാമമാണ്. അപ്പോൾ അങ്ങോട്ട് അത് വേറെ തടാകമാണ്. നമ്മൾ ഈ ഒരു തടാകത്തിനും മറ്റൊരു തടാകത്തിലേക്ക് പോകുന്നത് ചെറിയ ജലാശയങ്ങൾ വഴിയായിരിക്കും. വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാൽ തടാകത്തിലൂടെയുള്ള ഈ ഒരു യാത്ര അത്ര സുഖകരമാവില്ല. കാരണം ഫുള്ള് ഐസായിട്ടുണ്ടാവും. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഐസൊക്കെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടാണ് ഇവർ ഇതിനെ യാത്ര ചെയ്യൽ. പക്ഷേ അതിന് ചെറിയ തോണികളാണ് യൂസ് ചെയ്യൽ. അല്ലാതെ വലിയ ഷിക്കാറുകളൊന്നും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐസ് പൊട്ടിച്ച് ഇതുപോലെ യാത്ര ചെയ്യാൻ കഴിയില്ല. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഒരു കാലയളവിൽ
ഈ ഒരു തടാകം പൂക്കൾ കൊണ്ട് സമ്പന്നമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾ മാർക്കറ്റിൽ ഒരുപാട് പൂക്കളുടെ സെയിലും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു സീസണിൽ, ഫ്ലവർ സീസണിൽ ഇവിടെ വരാൻ ഈ ഒരു തടാകത്തിലൂടെയുള്ള ഷിക്കാർ റൈഡും അതുപോലെ തന്നെ കശ്മീർ തന്നെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു കശ്മീരായിരിക്കും. ഇവിടെ സർവീസ് നടത്തുന്ന എല്ലാ ഷിക്കാറുകളും വിക്ടോറിയ നിർമ്മാണത്തിൻ്റെ ഏറെ സാമ്യമുള്ള ചെറിയ ബോട്ടുകളാണ്. 4 പേർക്ക് മുഖാമുഖം ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു ഷിക്കാറിനുണ്ടാവുക. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയുള്ള ഒരു ടൈമിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വലിയ പച്ചക്കറിയുടെയോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയോ ഒന്നും സീസൺ അല്ലാത്തതുകൊണ്ട് കൂടുതൽ വ്യാപാരികളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് നമ്മളോട് നസീർ ഭായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു യാത്ര തന്നെ നമുക്ക് ഒരു സംസ്കാരത്തെ തൊട്ടറിയാന്നുള്ളതാണ്. ചെറുവഞ്ചികളിൽ കർഷകർ അവർ വിളയിച്ചെടുത്ത ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഈ ഒരു തടാകത്തിൻ്റെ സെൻറ്ററിൽ കൊടുന്ന് വ്യാപാരികൾക്ക് വിൽക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇത്. നമ്മൾ ഇതുവരെ എവിടെയും കാണാത്തൊരു കാഴ്ചയാണ്. നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് കാണുന്നത്. ഇത് ഇവിടുത്തെ ഈ ഒരു തടാകത്തിൻ്റെ സെൻറ്ററിലുള്ള ഒരു മാർക്കറ്റ്, ശ്രീനഗർ മാത്രം കണ്ടുവരുന്ന ഒരു ചെറിയൊരു മാർക്കറ്റ്. നിൽക്കുന്നതൊക്കെ ഫുള്ള് മലയാളീസ്.
ഈ ഒരു ഷിക്കാര റൈഡിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. ഏകദേശം ഒരു 6 മണിക്കൂറോളം ഇൻ്റർനെറ്റൊന്നും യൂസ് ചെയ്യാതെ ഈ ഒരു ചെറിയ ഷിക്കാരയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ ജോലിയെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഏകദേശം ഒരു 12 മണിയോടെ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തു. ഈ ഒരു ദിവസം അടിപൊളിയാക്കിയതിന് ഞങ്ങൾ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പിരിഞ്ഞു.